വിദ്യാർത്ഥികൾക്ക് ഇനി വരാനിരിക്കുന്നത് അവധിയുടെ നാളുകളാണ്. അടുത്ത ആഴ്ച ആരംഭിക്കുന്ന ക്രിസ്മസ് പരീക്ഷ കൂടി കഴിയുന്നതോടെ നീണ്ട ക്രിസ്മസ് അവധി തുടങ്ങും. ക്രിസ്മസ് അവധിക്ക് പുറമെ ശനിയും ഞായറും കൂടി കണക്കിലെടുക്കുമ്പോൾ മാസത്തിന്റെ പകുതി ദിനങ്ങൾ മാത്രമേ ഡിസംബറിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകേണ്ടി വരാറുള്ളൂ. എന്നാൽ ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി ആയതോടെ അവധി ദിവസങ്ങളുടെ എണ്ണം വീണ്ടും കൂടി. തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം മുഴുവൻ വിദ്യാലയങ്ങൾക്കും അവധിയായിരുന്നു. ഇതിനു പുറമെ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമായ വിദ്യാലയങ്ങൾക്ക് കൂടുതൽ അവധി ലഭിക്കും. ഇപ്പോഴിതാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ കാത്തിരുന്ന ക്രിസ്മസ് അവധി സംബന്ധിച്ച പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. സാധാരണയായി 10 ദിവസമായിരിക്കും ക്രിസ്മസ് അവധിയെങ്കിൽ ഇത്തവണ അത് 12 ദിവസമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷയിൽ മാറ്റം വരുത്തിയതിനാലാണ് അവധി ദിവസങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്. ഡിസംബർ 24 തീയതി മുതൽ ജനുവരി 4 തീയതി വരെയായിരിക്കും ഈ വർഷത്തെ ക്രിസ്മസ് അവധി. തുടർന്ന് ജനുവരി 5 തീയതി സ്കൂളുകൾ വീണ്ടും തുറക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ഡിസംബർ 15 തീയതി ആരംഭിക്കുന്ന ക്രിസ്മസ് പരീക്ഷകൾ 23 തീയതിയാണ് അവസാനിക്കുന്നത്. പിറ്റേന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും.